നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സർ നമസ്കാരം. സർ, ഇപ്പോൾ എല്ലാവരുടെയും ഒരു കണ്ണ് അത് ഹോർമുസ് കടലിടുക്കിലേക്കാണ്. ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വ്യോമാക്രമണം അവിടെ തുടരുകയാണെങ്കിലും ഇറാനാണെങ്കിലും GCC രാജ്യങ്ങളിലേക്കുള്ള ആക്രമണങ്ങൾ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ലോകത്തിന്റെ മുഴുവൻ കണ്ണുകളും ഹോർമുസ് കടലിടുക്കിൽ എന്ത് മാറ്റങ്ങൾ ഉണ്ടാകുന്നു, അവിടെ കൂടെ പോകുന്ന കപ്പലുകൾ കടത്തിവിടുന്നുണ്ടോ, ഏതൊക്കെ കപ്പലുകൾക്ക് നേരെയാണ് ആക്രമണം ഉണ്ടാകുന്നത് എന്നുള്ളതിലേക്കൊന്ന് ഇപ്പോൾ ശ്രദ്ധ കൂടുതൽ കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. ഇന്ന് ഒരു അന്താരാഷ്ട്ര മാധ്യമത്തിൽ വന്നൊരു വാർത്ത ട്രംപ് കലിപ്പിലാണ് എന്നാണ്. കാരണം ഹോർമുസ് കടലിടുക്കിൽ സഹായിക്കാനായിട്ട് ആരുമില്ല. മറ്റുള്ള രാജ്യങ്ങൾ, ഇപ്പോൾ നാറ്റോ രാജ്യങ്ങൾ അടക്കം ആണെങ്കിൽ കൂടിയും അവിടെ കടലിടുക്കിൽ വെച്ചിട്ട് ഇറാനെതിരെ ഒരു പടയൊരുക്കം നടത്താനായിട്ട് കൂടെ ആരും നിൽക്കുന്നില്ല എന്നുള്ള ഒരു ട്രംപിൻ്റെ ഒരു പ്രസ്താവന രംഗത്ത് വരികയാണ്. ഇങ്ങനെ ഒരു സ്ഥിതിയിലേക്ക് പോകുമ്പോൾ യഥാർത്ഥത്തിൽ ഹോർമുസ് കടലിടുക്കിൽ ഇറാനെ തോൽപ്പിക്കുന്നത് അമേരിക്കയ്ക്ക് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല എന്നുള്ളത് കൂടിയല്ലേ ഇപ്പോൾ തെളിയുന്നത്. ഒപ്പം തന്നെ അവിടെ അടച്ചിടുന്നതോടുകൂടി മറ്റുള്ള രാജ്യങ്ങളിലേക്കുള്ള ഒരു പ്രതിസന്ധി രൂക്ഷമാകുന്ന ഒരു ഇന്ത്യയിലേക്ക് ഇപ്പോൾ ആവശ്യമുള്ള കപ്പലുകൾ കടത്തിവിടുന്നത് കൊണ്ട് ഇന്ത്യക്ക് ഒരു ആശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റുള്ള രാജ്യങ്ങളും ഒരു ഞെരുക്കത്തിലാണ് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതെ, ഹോർമുസ് കടലിലേക്ക് ചാടി വീണിട്ട് അവിടെ കിടന്ന് കയ്യും കാലും ഇട്ട് അടിച്ചുകൊണ്ട് സേവ് അവർ സോൾ SOS എന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന ഒരു ട്രംപിന്റെ പടം AI ജനറേറ്റ് ചെയ്തത് പബ്ലിക് ഡൊമൈനിൽ വന്നിട്ടുണ്ട്. അതാണ് സ്ഥിതി. ഒരു ആലോചനയും ഇല്ലാതെ യുദ്ധത്തിന് പുറപ്പെട്ടിട്ട് അവിടെ ഹോർമുസ് കടലിൽ നടുക്കടലിൽ കിടന്ന് കയ്യും കാലും ഇട്ട് അടക്കുക, രക്ഷിക്കണേ. അങ്ങനെ ആരെങ്കിലും രക്ഷിക്കാൻ പറ്റും? കാരണം ഇപ്പൊ നമുക്കറിയാമല്ലോ ആരാ ഇന്ത്യയുടെ 4 കപ്പലുകൾ ഇതിനോട് വന്നിട്ടുണ്ട്. 2 എണ്ണം ബ്രന്റ് ക്രൂഡ് ഓയിലും 2 എണ്ണം പാചകവാത സിലിണ്ടറുകളുമായി വന്നിട്ടുണ്ട്. 4 ഷിപ്പുകൾക്കും ആരാ അനുമതി കൊടുത്തത്? അമേരിക്കയാണോ? അല്ല. ഇസ്രായേലാണോ? അല്ല. ഒമാനാണോ? അല്ല. ഇറാന്റെ ഉത്തരവാദിത്വത്തിൽ സുരക്ഷിതമായിട്ടാണ് ആ കപ്പലുകൾ ഇന്ത്യയിലേക്ക്. നമുക്ക് നന്ദി പറയാൻ പറ്റുമോ? ഈ യുദ്ധത്തിനിടയ്ക്കും അവരുടെ ഇത്രയും ആൾക്കാർ 3500 അധികം ആൾക്കാർ മരിച്ചിട്ടും ഇന്ത്യയോട് കാണിക്കുന്ന ഈ സ്നേഹം, നിങ്ങളെങ്കിലും നന്നായിക്കോ, ഞങ്ങൾ നശിക്കാൻ പോവുകയാണെന്ന് കാണിക്കുന്ന അത് എനിക്ക് ഓർമ്മ വരുന്നത് ടൈറ്റാനിക്കില് കപ്പൽ മുങ്ങി മരിക്കാൻ പോകുന്ന ആൾക്കാർ നീയെങ്കിലും രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞ് അവരുടെ രക്ഷയ്ക്കായിട്ട് അവരെ പറഞ്ഞ് ബോട്ടിലേക്ക് പറഞ്ഞു വിട്ടിട്ട് തന്റെ സ്ഥാനം ഉപേക്ഷിക്കുകയാണ്. അതായത് ഒരൊറ്റ സീറ്റും കൂടെ ബാക്കിയുള്ളൂ, ആ സീറ്റിലേക്ക് നീ ഇരുന്നോ, ഞാനിവിടെ മരിച്ചോളാം എന്ന് പറയുന്ന അതുപോലൊരു സ്നേഹം കാണിക്കുകയാണ്. ഇസ്രായേലും അമേരിക്കയും ലോകോത്തര ടെക്നോളജിക്കലി ആൻഡ് ഇക്കണോമിക്കലി സ്ട്രോങ് ആയിട്ടുള്ള 2 രാജ്യങ്ങൾ ചേർന്ന് നശിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴും മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കപ്പലാണ് ഇറാൻ എന്ന് പറയാം. പക്ഷെ അപ്പോഴും നമ്മളെ രക്ഷിച്ചു. ഇന്ത്യയോട് ഞങ്ങൾക്ക് നന്ദി ഉണ്ടെന്ന് പറയുന്നു. അങ്ങനൊരു രാജ്യം മരിക്കാൻ പോകുമ്പോഴും അങ്ങനൊരു രാജ്യം എന്തിനാണ് ഇറാനെ വൈകാരം? ഇപ്പം ഇയാൾ മുസ്ലിങ്ങളായതുകൊണ്ടാണ്. നമ്മളൊരു രാജ്യത്തെ സ്നേഹിക്കുന്നു, ഒരു നേതാവിനെ സ്നേഹിക്കുന്നത് മുസ്ലിങ്ങളാണോ അല്ലയോ എന്ന് നോക്കിയിട്ട് അതിൻ്റെ പ്രവൃത്തി എന്താണെന്നുള്ളതാണ്. ആ പ്രവൃത്തി എന്ന് പറയുന്നത് ഇന്ത്യക്ക് എങ്ങനെയാണ് നമ്മുടെ താല്പര്യത്തിനനുസരിച്ചാണ് അത് നോക്കണം. അത് നമ്മൾ നോക്കണം തീർച്ചയായിട്ടും. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്ത്യസ് ഇൻട്രസ്റ്റ്, അമേരിക്കയുടെ ഇൻട്രസ്റ്റ് നോക്കുന്നു, അതുപോലെ ഇസ്രായേലിന്റെ ഇൻട്രസ്റ്റ് നോക്കുന്നു. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞാൽ അങ്ങനെയല്ല, അതിനപ്പുറം ട്രംപിന്റെ ഇൻട്രസ്റ്റ്. FTI ഫയൽസിൽ അദ്ദേഹത്തിന്റെ വളരെ ഞെട്ടിപ്പിക്കുന്ന രഹസ്യങ്ങളുണ്ട്. പോക്സോ കേസ് വരെ ഇൻവോൾവ് ചെയ്ത രഹസ്യം. അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ പിണറായി വിജയൻ ചിലപ്പോൾ ഇതുപോലുള്ള വിദ്യകൾ കാണിക്കാറുണ്ട്. അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ യുദ്ധത്തിലേക്ക് പോകുന്നു. അതുപോലെ തന്നെയാണ് ബെഞ്ചമിൻ നെതന്യാഹു. എനിക്ക് വളരെ ബഹുമാനമുള്ള മനുഷ്യൻ, പക്ഷേ അഴിമതി ആരോപണങ്ങൾ ഒരുപാട് അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ ഭാര്യ സാറയ്ക്കെതിരെയും ഉണ്ട്. വൻ കോടികളുണ്ട്. അവരുടെ ബിസിനസ്സിന് വേണ്ടി കോടികൾ മറിച്ചത് അധികാരം ഉപയോഗിച്ച്. അപ്പോൾ ആ കേസിൽ നിന്ന് ശ്രദ്ധ തിരിക്കണം. ഉടനെ തെരഞ്ഞെടുപ്പ് വരികയാണ്, അതിനുവേണ്ടി അതിന് വഴിയിലിട്ടിരിക്കുന്ന ഒരു ചെണ്ടയാണ് ഇറാൻ എന്ന് പറയുന്നത്. അതിലിട്ട് പൊട്ടി കഴിഞ്ഞപ്പോഴാണ് കൈകൊള്ളുന്നു അറിയുന്നത്. അതാണിപ്പോൾ പൊള്ളിക്കൊണ്ടിരിക്കുകയാണ് 2 രാജ്യങ്ങൾ. എന്താ ഇതിന് തീരുമാനം ഉണ്ടാക്കാത്ത യുദ്ധത്തിൽ വലിയ വീരസാഹസികന്മാരാണ്. വെറും 152 മിനിറ്റുകളാണ് വെനുസുലയെ കീഴടക്കാൻ എടുത്തത്. വെറും 13 ദിവസം മാത്രമാണ് ഇറാഖിനെ കീഴടക്കാൻ അമേരിക്ക എടുത്തത്. അതേസമയം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഓപ്പറേഷൻ സിന്ധൂർ പൂർത്തിയാക്കി പാകിസ്ഥാന്റെ തീവ്ര പരിശീലന കേന്ദ്രങ്ങൾ നശിപ്പിച്ചത് കേവലം 22 മിനിറ്റ് കൊണ്ടാണ്. ഒറ്റ മനുഷ്യനെ കൊല്ലാതെ. ഇത് 3500-ലധികം ആളുകളെ കൊല്ലാൻ വേണ്ടി മത്സരിച്ചു. എത്രയോ പേരെ നരകിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിലെ വീട്ടമ്മമാർ അവരുടെ അടുക്കളയിൽ കണ്ണീരൊഴുക്കുകയാണ്. ഗ്യാസ് ഇല്ലാതെ, LPG സിലിണ്ടറുകൾ കിട്ടാതെ, കടകൾ അടച്ചിട്ടിരിക്കുകയാണ്.
ഹോട്ടലുകളെ ആശ്രയിച്ച് കഴിച്ചിരുന്നവരെല്ലാം ഇന്നിപ്പോൾ വളരെ ചായക്കടകളിൽ ചായ കിട്ടാനില്ലാത്ത അവസ്ഥ. ചായക്ക് വേണ്ടിയിട്ട് പാകിസ്ഥാനിൽ ഒക്കെ ആട്ടയ്ക്ക് വേണ്ടി കുഴി നോക്കുന്നത് പോലെ നമ്മൾ നിൽക്കേണ്ടി വരുന്ന അവസ്ഥ. ഇതാര് സൃഷ്ടിച്ചതാണ്? നരേന്ദ്രമോദി സൃഷ്ടിച്ചതാണ്? അല്ല, സൃഷ്ടിച്ചത് യുദ്ധത്തിന് തുടങ്ങി വെച്ചവർ. ആരാ തുടങ്ങി വെച്ചത്? ട്രംപും ബെഞ്ചമിൻ നെതന്യാഹുവും. അവർ തന്നെയാണ് ഉത്തരം കണ്ടുപിടിക്കേണ്ടത്. നമ്മുടെ കപ്പലുകൾ കൊണ്ടുവരുന്നു, പ്രധാനമന്ത്രിയുടെ മിടുക്കുകളുണ്ട്. ഇനി 24 കപ്പലുണ്ട്. ആ കപ്പൽ കൊണ്ടുവരാൻ നമ്മുടെ നാവികപ്പട അവിടെ ചെന്ന് കാവൽ നിൽക്കുന്നുണ്ട്. അവരത് കൊണ്ടുവരും. പക്ഷെ ഇവിടെ ഇപ്പോഴും ഒരു വിഭാഗം നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ചീത്ത വിളിക്കാനാണ്. ഇപ്പോൾ ഇറാൻ ആ കപ്പലെ ഒരു നയതന്ത്ര വിജയമായിട്ട് കൂടി അത് ഇറാന്റെ ഔദാര്യമാണെന്ന് വരെ പറയുന്നവരുണ്ട്. അതെ, അല്ല, ആ കപ്പലിന് എന്തെങ്കിലും സംഭവിച്ചു എന്ന് വിചാരിക്കട്ടെ. അതെ, യുദ്ധം മുഖത്തുനിന്ന് കൊണ്ടുവരിക. ഒരു പോറിലെങ്കിലും കപ്പൽ ഏൽപ്പിച്ചെങ്കിൽ ഇതേ ആൾക്കാർ തന്നെ അവിടെ നിന്നിട്ടുണ്ടല്ലോ. ഇന്ത്യ മോദി വൻ പരാജയം, ഇന്ത്യ രക്ഷിക്കാൻ കഴിയുന്നില്ല മോദിക്ക് എന്ന് പറഞ്ഞ് ബഹളം കൂട്ടുന്ന ഉത്തരവാദിത്തമില്ലാത്ത വെറും തറകളായിട്ടുള്ള ആൾക്കാരാണ് ഈ പ്രതിപക്ഷത്തുള്ളത്. തറകൾ. നരേന്ദ്രമോദിയുടെ രക്തത്തിന് ദാഹിക്കുന്നു. ഖമേനിയുടെ രക്തത്തിന് ട്രംപ് എങ്ങനെ ദാഹിച്ചോ അതുപോലെ ദാഹിക്കുന്ന ഒരാൾക്കൂട്ടമായിട്ട് മാറിയിരിക്കുന്നു പ്രതിപക്ഷം. ജനങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട് ഇതിന്റെ തിരിച്ചടി കിട്ടിക്കൊള്ളും. അവർക്ക് കൊടുക്കും, ഇന്ത്യക്കാർ വെച്ചേക്കില്ല. കേരളത്തിലെ തെരഞ്ഞെടുപ്പിലും ചിലപ്പോൾ അത് സംഭവിക്കുമെന്നിരിക്കും. കാരണം ഇത്ര നിരുത്തരവാദമാണ്. ജനങ്ങളുടെ രക്ഷയ്ക്കൊന്നും ചെയ്യാതെ കണ്ട് മോദിയെ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുന്നു. ഈ വാസ്തവത്തിൽ ഇന്ത്യയുടെ രക്ഷകനാണ് ഇപ്പോൾ മോദി. മോദി അല്ലാതെ മറ്റൊരു മനുഷ്യന് ഇത് ചെയ്യാൻ കഴിയാത്ത കാര്യമാണ്. അസാധ്യമെന്നൊരു വാക്ക് അദ്ദേഹത്തിന്റെ നിഘണ്ടുവിലില്ല. അതുകൊണ്ടാണ് ഇത്രയെങ്കിലും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിന് വേണ്ടുന്നതെല്ലാം അദ്ദേഹം ചെയ്യുന്നുണ്ട്, ധീരതയോടുകൂടി ചെയ്യുന്നുണ്ട്. രാഹുൽ ഗാന്ധിയോ സോണിയാഗാന്ധിയോ മറ്റോ ഇരുന്നെങ്കിൽ ഇതുവല്ലോ നടക്കുമോ? ഒരു കുന്തവും നടക്കത്തില്ല. ഇന്ത്യ 150 പേരെ മുംബൈയിലിട്ട് കൊന്നിട്ട് മിണ്ടാതിരുന്ന അനങ്ങാതിരുന്നവരാണ്. അനങ്ങാപ്പാറ നയം നടപ്പാക്കി പേടിച്ചിരുന്നവരാണ് അവര്. മോദി അങ്ങനെയല്ല. മോദി എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുന്നുണ്ട്. ഇറാനുമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്, അരാക്ചിയുമായിട്ട്. അമേരിക്കയ്ക്ക് ഇഷ്ടപ്പെടുന്നോ ഇല്ലയൊന്നും നോക്കുന്നില്ല. റഷ്യയിൽ നിന്ന് നമ്മൾ എണ്ണ വാങ്ങിക്കുന്നു. അമേരിക്കയുടെ തെറ്റുപരമായി നമുക്കറിയാം. ഇന്ത്യ വാങ്ങിക്കും. എന്നാ നിങ്ങൾ വാങ്ങിച്ചു എന്ന് സമ്മതിക്കുകയല്ല. ട്രംപിന് വേറെ യാതൊരു വിധമായിട്ടുള്ള വഴിയുമില്ലായിരുന്നു. കാരണം ഇന്ത്യയുടെ മുമ്പിൽ തോറ്റു ട്രംപ് എന്നുള്ളതാണ് സത്യം. അതിനു മുമ്പേ നമ്മുടെ ചർച്ച തുടങ്ങി. വാങ്ങിക്കുമെന്ന് അറിയാം. മനസ്സിലായില്ലേ? അപ്പോഴാണ് നിങ്ങൾ വാങ്ങിച്ചോന്ന് ഇയാൾ വീരവാദം മുഴക്കി. ഇയാളുടെ സഹായമൊന്നും വേണ്ട, ഇയാളുടെ അനുമതിയും വേണ്ട, നമ്മൾ വാങ്ങിക്കും. അപ്പോൾ നമ്മൾ ഈ വന്ന പ്രശ്നത്തിലേക്ക് പറഞ്ഞാൽ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ കൈയിട്ടും കാലിട്ടും അടിക്കുകയാണ്. അവർക്ക് ഒരു പിടിയില്ല, ഇസ്രായേലിന് ഒരു പിടിയില്ല. കാരണം വമ്പിച്ച ഇന്റലിജൻസ് ഇപ്പോൾ ഇറാന് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണ് അവർ അറിഞ്ഞത്. ദുബായിയുടെ തുറമുഖത്തു നിന്നാണ് അവരുടെ ചെറിയ ദ്വീപിലേക്ക് ആക്രമണം അമേരിക്കയുടെ ഭാഗത്തു നിന്ന് വന്നതെന്ന്. അവരത് പച്ചയായിട്ട് ദുബായിയോട് പറയുകയും ചെയ്തു, തിരിച്ചടിക്കുകയും ചെയ്തു. ഇതൊക്കെ വരുന്ന ഒരുപക്ഷെ റഷ്യയിൽ നിന്നുള്ള ഇന്റലിജൻസ് ആയിരിക്കാം. അതുപോലെ നമ്മളിപ്പോൾ അറിയുന്ന ഒരു കാര്യം, S-400 എന്ന് പറയുന്ന ആപത്ഘട്ടത്തിൽ ഇന്ത്യയുടെ രക്ഷകനായി പ്രവർത്തിച്ച തുർക്കിയുടെ ഡ്രോണുകളെയും ചൈനയുടെ മിസൈലുകളെയും പ്രതിരോധിച്ച് നമ്മളെ രക്ഷിച്ച, ഇന്ത്യയെ രക്ഷിച്ച S-400 ഇനത്തിൽപ്പെട്ട എയർ ഡിഫൻസ് സിസ്റ്റം ഇപ്പോൾ റഷ്യ അവിടെ കൊണ്ടുവന്ന് കപ്പലിൽ കൊണ്ടുവന്ന് ഇറാനിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുകയാണെന്ന് പറയുന്നു. അങ്ങനെ പറയുന്നു, നമുക്കറിയില്ല. ചൈന അതുപോലെ തന്നെ ധാരാളമായിട്ട് പെട്രോൾ ഇവിടെ വന്ന് വാങ്ങിച്ചോട്ട് പോകുന്നു. പ്രത്യേകിച്ച് ഈ ദ്വീപിൽ നിന്നാണ് അവർ വാങ്ങിയത്. അതുകൊണ്ടാണ് അമേരിക്ക ആ ദ്വീപ് നശിപ്പിച്ചത്, ഇവിടുത്തെ പട്ടാള കമാൻഡുകൾ നശിപ്പിച്ചത്. രണ്ടാമത്തെ ഇനി വേറൊരു കാര്യം, നമ്മളിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും അഫ്ഗാനിസ്ഥാനിൽ കയറി ഒരു ആശുപത്രി തകർത്ത് ഏതാണ്ട് 1000-ഓളം രോഗികളെ കൊന്നിരിക്കുകയാണ് പാകിസ്ഥാൻ. 250 പേരെ പാവങ്ങൾ. ഇത് യുദ്ധവിരുദ്ധമാണ്, മനുഷ്യത്വ വിരുദ്ധമാണ്. എന്താ ഈ രാജ്യങ്ങൾ രണ്ടും ലോകത്ത് അനീതിക്കെതിരെ പോരാടാൻ വേണ്ടി വന്നതാണല്ലോ അമേരിക്ക ഇസ്രായേലിന്. എന്താ ഒരൊറ്റ മിസൈൽ പാകിസ്ഥാനിലോട്ട് അയച്ചു കൊടുക്കാത്ത? ഈ രോഗികൾ ചാവുന്ന അവർ കാണുന്നില്ലേ? നിങ്ങളുടെ കപ്പലുകൾ അവർക്ക് എത്തുന്ന ദൂരത്തിൽ തന്നെ ഉണ്ടല്ലോ, അവിടേക്ക് എത്തുന്ന ദൂരത്തിൽ നിങ്ങളുടെ മിസൈലുകൾ ഉണ്ടല്ലോ. അപ്പൊ നിങ്ങളുടെ ലക്ഷ്യം മനുഷ്യത്വമല്ല, നിങ്ങളുടെ സ്വാർത്ഥ താല്പര്യമാണ്. ഒന്നുകിൽ എണ്ണ അല്ലെങ്കിൽ അടുത്ത രണ്ടാം ഊഴം തിരഞ്ഞെടുക്കും. ഇത് രണ്ടിലേതെങ്കിലും ഒന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അല്ല, ലോകം നന്നാക്കാൻ വേണ്ടിയൊന്നും അല്ല. പിന്നെ അവിടെ കിടന്നു നിലവിളിച്ചു. ഇപ്പൊ സമ്മതമില്ല. ഇന്ത്യ ഒന്നും ഒരു സഹായം ചെയ്യുമെന്ന് പറഞ്ഞിട്ടില്ല. ഇന്ത്യ ട്രംപിന്റെ ഇന്ത്യ അടിമ വേല ചെയ്യുന്നു എന്നൊക്കെയാണല്ലോ രാഹുൽ ഗാന്ധി പറയുന്നത്. കീഴടങ്ങി എന്നൊക്കെ കോംപ്രമൈസ് ചെയ്തു. എവിടെ കോംപ്രമൈസ് ചെയ്തു?
അവിടെ കിടന്ന് നിലവിളിക്കുന്നു, അവൻ കിടന്ന് അനുഭവിക്കട്ടെ എന്ന് പറഞ്ഞാണ് ഇന്ത്യ ഇരിക്കുന്നത്. മനസ്സിലായി? നമ്മുടെ നേവിയൊക്കെ ഉണ്ട്. ഇറാനുമായിട്ട് ഒരു യുദ്ധത്തിന് പോകാൻ നമ്മൾ തയ്യാറല്ല. അല്ലാതെ തന്നെ ഇറാൻ ആ വഴി നമുക്ക് അനുവദിച്ച് തന്നിട്ടുണ്ട്. അപ്പൊ അനുഭവിക്കാൻ പോകുന്ന ഇസ്രായേലും അമേരിക്ക അവരൊറ്റപ്പെടും. അവരുടെ കപ്പലുകൾ അവർ പോവില്ല. അപ്പൊ കംപ്ലീറ്റ് നിയന്ത്രണം ഇപ്പൊ ഇറാന്റെ കയ്യിലാണ്. ഒരു മാറ്റം ഉണ്ടാക്കാൻ എത്ര പേരെ ഇനി കൊന്നാലും നടക്കുകയില്ല. കാരണം ആര്യവംശജരാണ്, ഡാരിയസിന്റെ നാട്ടുകാരാണ്, സിറിയസിന്റെ നാട്ടുകാരാണ്, പോരാട്ട വീര്യമുള്ളവരാണ്, ലോകത്തെ തന്നെ കീഴടക്കിയ പാരമ്പര്യമുള്ള 5000 വർഷം മുമ്പത്തെ സംസ്കാരമുള്ളവരാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. സൗരാഷ്ട്രീയൻ മതം ഉണ്ടായ നാടാണ്. ആ സംസ്കാരം കൂടി നമ്മൾ ഉൾക്കൊള്ളണം. ഇപ്പൊ അവര് മുസ്ലിങ്ങളാണോ അല്ലേ എന്നുള്ളതല്ല, ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഒരു അലക്സാണ്ടർ ചക്രവർത്തി വന്നു അവരെ തോൽപ്പിക്കാൻ. അതുപോലെ ഈ ഹോർമൂസ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം അറിയാം. ഒരു സാഹിബിന്റെ പേരല്ല, കേട്ടാൽ അങ്ങനെ തോന്നുമെങ്കിലും ഒരു സൗരാഷ്ട്രീയൻ ദേവതയാണ്. നമ്മുടെ സരസ്വതി ദേവി എന്നൊക്കെ പറയില്ലേ, പാർവതി ദേവി എന്നൊക്കെ പറയുന്ന പോലെ ഒരു ദേവിയാണത്, ദേവതയാണ്. ആ ദേവതയുടെ പേരാണ് ഹോർമോസ്. ആ പേരിന്നും അവർ ഒരു ഇസ്ലാമിക മതരാജ്യമായിട്ടും തിയോക്രാറ്റിക് സ്റ്റേറ്റ് ആയിട്ടും മാറ്റിയിട്ടില്ല. ഇന്ത്യയോട് വളരെ ബഹുമാനവും സ്നേഹവും ഉള്ള നാടാണ്. നമ്മൾ അതല്ലേ കാണേണ്ടത്? അതെ. അപ്പൊ ഇന്ത്യക്ക് ഇപ്പോൾ കാര്യത്തിൽ ചെയ്യാവുന്ന കാര്യം ബ്രിക്സിനെ ആക്ടിവേറ്റ് ചെയ്യുക. ബ്രിക്സിൽ ഈ ഇറാനും അതുപോലെ തന്നെ ചൈനയുണ്ട്, റഷ്യയുണ്ട്, അതുപോലെ UAE ഉണ്ട്. ഈ രാജ്യങ്ങളെ എല്ലാം ഒരു വട്ടമേശ സമ്മേളനത്തിലെത്തി ചർച്ച നടത്തിക്കൊണ്ട് തൽക്കാലം ഒരു സീസ് ഫയർ, ഈ കാര്യങ്ങളിലെല്ലാം തീരുമാനം ഉടനെ ഉണ്ടാക്കാൻ പറ്റില്ല, രഞ്ജിപ്പ് ഉടനെ ഉണ്ടാവാൻ പോകുന്നുമില്ല. പക്ഷേ തൽക്കാലം യുദ്ധം നടത്താൻ ഒരു തീരുമാനം എടുക്കാൻ പറ്റും ഈ രാജ്യങ്ങൾ വിചാരിച്ചാൽ. അത് നടപ്പാക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ബ്രിക്സ് ഷെർപ്പകൾ ഇതിനോടകം തന്നെ സംസാരിച്ചിട്ടുണ്ട് ഈ കാര്യം. ഇനിയിപ്പോ ഇറാനെയും UAEയും അടുപ്പിച്ചു കൊണ്ടുവരിക എന്നുള്ള ഒരു വലിയ പ്രശ്നമുണ്ട്. അത് മാത്രമാണ് ഇപ്പൊ പ്രശ്നമായിട്ട് നിൽക്കുന്നത്. അതിനൊപ്പം തന്നെ സാർ, ഇപ്പോൾ നമ്മുടെ 2 നേതാക്കൾ, ഇസ്രായേലിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള ബെഞ്ചമിൻ നെതന്യാഹുവും അതുപോലെ തന്നെ ഇറാന്റെ പുതിയ സുപ്രീം നേതാവായിട്ടുള്ള മുജ്തബ ഖമേനി കൊല്ലപ്പെട്ടു എന്നുള്ളത്, പരസ്പരം 2 രാജ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ കൊല്ലപ്പെട്ടു എന്നുള്ള ഒരു അഭ്യൂഹമാണ് പരത്തുന്നത്. ഇതിൽ ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ പുതിയൊരു വീഡിയോ പുറത്തു വരുമ്പോൾ അത് AI ജനറേറ്റഡ് ആണെന്ന് പറയുന്നു. അതേസമയം തന്നെ മുജ്തബ ഖമേനി റഷ്യയിലേക്ക് ചികിത്സയ്ക്കായിട്ട്, അദ്ദേഹത്തിന് ഗുരുതര പരിക്കേറ്റു, അദ്ദേഹം റഷ്യയിലേക്ക് ചികിത്സയ്ക്കായിട്ട് പോയേക്കുവാണ് എന്നും പറയുന്നു. അങ്ങനെ ഒരു അഭ്യൂഹം നിൽക്കുന്നുണ്ട്. ഇങ്ങനെ പലതും പ്രചരിക്കുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. അതായത് നെതന്യാഹു അപ്പൊ ഒന്നുകിൽ അദ്ദേഹത്തിന് നല്ല മാനസിക, സൈപ്രസ് ദ്വീപ് എന്ന് പറയുന്ന ഒരു ഉല്ലാസ ദ്വീപാണ്, വിനോദയാത്രാ കേന്ദ്രം. അദ്ദേഹം അങ്ങോട്ട് വിളിച്ചു കടന്നിട്ടുണ്ട്. പിന്നെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അദ്ദേഹം പിന്നെ ഒരു AI ജനറേറ്റഡ് ആണെന്ന് പറയുന്ന ഒരു ഫോട്ടോയിലൊന്ന് കാപ്പിയും കുടിച്ചുകൊണ്ട്, കാപ്പി ഇങ്ങനെ സിപ്പ് ചെയ്തുകൊണ്ട് ഐ ആം ഡൈയിങ് ഫോർ എ കോഫി എന്ന് കളിയാക്കിക്കൊണ്ട് പറയുന്നുണ്ട്. അത് AI ജനറേറ്റഡ് ആണോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. അതിനകത്ത് 6 വിരലുകളാണ് കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അത് AI ജനറേറ്റഡ് ആണ്. കാരണം വിരലുകളുടെ എണ്ണം പലപ്പോഴും 6 വരാറുണ്ട്. AIക്ക് ആ വിരലിന്റെ എണ്ണം മാനേജ് ചെയ്യാൻ ഉള്ള സാങ്കേതിക വിദ്യയില്ല. 6 വിരലുള്ള ഒരു മനുഷ്യൻ. നെതന്യാഹുവിനെ കാണുമ്പോൾ 5 വിരലേ ഉള്ളൂ. ഇതിപ്പോ 6 എണ്ണം ഉണ്ട്, 6ആം വിരലുണ്ട്. 6ആം വിരൽ നമ്മൾ പറയുന്ന പേനയുടെ കാര്യത്തിലാണ് 6ആം വിരൽ എന്ന് പറയുന്നത്, അല്ലേ? ആ പേനയല്ലത്, സ്വയം കൃത്രിമ ഒരു വിരലാണ്, നാച്ചുറലായിട്ട് സ്വാഭാവികമായ വിരൽ. അപ്പൊ അതുകൊണ്ട് തന്നെ AI ജനറേറ്റഡ് എന്തുകൊണ്ട് വേണ്ടി വന്നു? അദ്ദേഹത്തിന് എന്തോ പറ്റിയിട്ടുണ്ട്. ഒന്നുകിൽ അദ്ദേഹം ആശുപത്രിയിലാണ് പരിക്ക് പറ്റിയിട്ടുണ്ട്. അതുപോലെയാണ് മുസ്തഫ ഖമേനിയുടെ കാര്യവും പറയുന്നത്. അദ്ദേഹത്തിന് കാലിൽ പരിക്കേറ്റിട്ടുണ്ട് എന്ന് പറയുന്നു. റഷ്യൻ വിമാനം വന്ന് അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോയി റഷ്യയിലേക്ക് കൊണ്ടുപോയി ചികിത്സയിലാണെന്ന് പറയുന്നു. കാലിന് ഗുരുതരമൊന്നും അല്ല എന്ന് പറയും. ഇനി വേറൊരു കാര്യമുണ്ട്, ഈ അതിനേക്കാൾ അത്ഭുതം, പരിക്കേറ്റു എന്നുള്ളതിനേക്കാൾ അത്ഭുതം ഇയാൾ രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. കുടുംബത്തിനെ ഒന്നുകൂടെയാണ് ടാർഗറ്റ് ചെയ്തത് ഇസ്രായേൽ. പ്രിസിഷൻ, കൃത്യതയുടെ കാര്യത്തിൽ ഇത്രയും വ്യക്തതയുള്ള മറ്റൊരു രാജ്യമില്ല. ഒരു മിസൈൽ അയച്ച് ഒരാളിനെ കൊല്ലണമെന്ന് വെച്ചാൽ അവിടെ ആളുടെ തലയിൽ തന്നെ കൊണ്ടിരിക്കും, അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോയില്ല. മനസ്സിലായി? അങ്ങനെയാണ് അവര് പണ്ട് നമ്മുടെ ദോഹയിലേക്കൊരു മിസൈൽ അയച്ചിട്ട് 5 പേര് മീറ്റിംഗ് കൂടിക്കൊണ്ടിരുന്ന 5 പേര്. അതിലൊരാളാണ് ഹമാസിന് വേണ്ടിയിട്ട് നമ്മുടെ കോഴിക്കോട് നടന്ന മീറ്റിങ്ങിൽ ഓൺലൈനായിട്ട് സംസാരിച്ച തീവ്രം. മനസ്സിലായി? 5 എണ്ണത്തിനും തീർത്തു കളഞ്ഞു. പിന്നെ അവരുടെ അനക്കമില്ല, തീർന്നത് തന്നെ. പക്ഷേ ഇറാഖിൽ അവർ ചെയ്തത് ബങ്കർ ബസ്റ്റർ മിസൈൽ അയച്ചിട്ട് ദുരന്തത്തിനകത്തിരിക്കുന്ന ഖമേനിയെയും കുടുംബത്തെയും നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, കൃത്യമായിട്ട് ടൈം വെച്ചിട്ട്. പക്ഷേ ഈ സമയത്ത് നമ്മുടെ ഈ മുസ്തഫ ഖമേനി ജസ്റ്റ് ആ തുരങ്കത്തിന് പുറത്തേക്ക് ഭാഗ്യം തലനാരിഴയ്ക്ക് രക്ഷപ്പെടും.
ഇദ്ദേഹം മാത്രമല്ല കേട്ടോ, അങ്ങനെ വിചാരിക്കരുത്. വേറൊരു ബ്രദർ ഈ സമയത്ത് പുറത്ത് ഇറങ്ങി, മസഫ ഖമനേയി. അതുകൊണ്ട് ഇനി മസ്തബയെ കൊന്നാലും വേറൊരു ഖമനേയി കൂടി കുടുംബത്തിൽ തന്നെ ഉണ്ട്. അവരങ്ങനെ ചെയ്യും. ഇതുവരെ ശരീരം മറവ് ചെയ്തിട്ടില്ല. എന്താ കാര്യം? ഈ യുദ്ധം തീർന്നിട്ട് അവർ മറവ് ചെയ്തു. അതൊരു വിപ്ലവ പോർവിളി തന്നെയായിരിക്കും. ഒരു സംഭവം. എത്ര ലക്ഷക്കണക്കിന് ആൾക്കാരാണെന്നേ ഇപ്പോഴത്തെ ഈ പെസസ്കിയാൻ എന്ന് പറയുന്ന ജനാധിപത്യപരമായി തെരഞ്ഞെടുത്ത പ്രസിഡന്റിന്റെ ആഭിമുഖ്യത്തിൽ അവിടെ പ്രകടനം നടന്നപ്പോൾ അതിൽ പങ്കെടുത്തത്. ജനവികാരം ഒന്നായിരിക്കുന്നു. ഇറാൻ എന്ന ദേശീയതയായിരിക്കുന്നു. നേരത്തെയോ അങ്ങനെ ആയിരുന്നില്ല. അവിടെ മതഭരണവും ജനങ്ങളും തമ്മിലുള്ള കലഹം. അമേരിക്ക ഇസ്രയേലും ഇടപെട്ട് അത് കുളമാക്കി അവരൊറ്റ രാജ്യമായി ഒരു ദേശീയതയെ. ഇനി ഒരു ചുക്കും ചുണ്ണാമ്പുമില്ല. നമ്മുടെ പൂപ്പുത്താൻ എന്നും പറഞ്ഞൊരു രീതിയുണ്ട് ഇന്തോനേഷ്യയില്, ബാലിദ്വീപില്. അങ്ങനെയാണ് ഡച്ചുകാരോട് അവർ ഇടപെടുന്നത്. എങ്ങനെ? ആബാലവൃദ്ധം ജനങ്ങൾ, കുഞ്ഞു കുട്ടികൾ നടക്കാനാവുന്നവർ തൊട്ട് വൃദ്ധന്മാരെയുള്ള ആൾക്കാർ വലിയൊരു ജാഥയായിട്ട് നീണ്ടുപോയിട്ട് ഓരോരുത്തരും ഓരോ കത്തി എടുത്തുകൊണ്ടാകുന്നത്. ഡച്ചുകാരെ കൊല്ലാനാണെന്ന് അവർ വിചാരിച്ചു. അവർ പീരങ്കികളുമായിട്ട് ഉന്നം പിടിച്ചിങ്ങനെ നിന്നു. അവരങ്ങോട്ട് ചെന്നു, ഡച്ചുകാരുടെ മുമ്പിൽ ചെന്നു, സ്വയം ഓരോ കുത്ത് ഏൽപ്പിച്ചുകൊണ്ട് ഓരോരുത്തരായിട്ട് മരിച്ചു പിടഞ്ഞു വീണു. ഞങ്ങൾ മരിച്ചാലും നിങ്ങളുടെ ആധിപത്യം, ഡച്ചുകാരുടെ ആധിപത്യം സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. മനസ്സിലായോ? ആ ഹിന്ദുക്കളുടെ ഒരു പ്രദേശമാണ്. ഹിന്ദു മതം മാത്രമുള്ള, ഒരിക്കലും മതം മാറാത്ത ഹിന്ദുക്കൾ മാത്രമുള്ള യാഥാസ്ഥിതിക ഹിന്ദുക്കളുടെ ഒരു സ്ഥലമാണ്. അങ്ങനെയാണ് അവരെ ഡച്ചുകാരുടെ മുമ്പിൽ യുദ്ധം ചെയ്തത്. അവരെ കൊന്നുകൊണ്ടല്ല, സ്വയം കൊന്നു. അങ്ങനെ ഒരു പൂപ്പൂത്ത എന്നാണ് ആ സമ്പ്രദായത്തിന്റെ പേര്. അതുപോലെയുള്ള ഒരു രാഷ്ട്രമാണ് ഇറാനും. മരിക്കും, എന്നാലും കീഴടങ്ങിയില്ല. ഇത് തന്നെയാണ് ഏണസ്റ്റ് ഹെമിംഗ്വേ പറഞ്ഞത്. മാൻ ക്യാൻ ബി ഡെസ്ട്രോയ്ഡ് ബട്ട് ഹി കാനോട്ട് ബി ഡിഫീറ്റഡ്. ആ ഒരു സ്പിരിറ്റ്, ആ ഒരു ആര്യൻ രക്തമാണ്, ആ ഒരു ആര്യൻ DNA ആണ്, ആ ഒരു ആര്യൻ ജിനോമാണ് ഇറാനിലെ ജനങ്ങളുടെ ശരീരത്തിൽ ഉള്ളത്. അത് AI ഒന്നുമല്ല, ശരീരത്തിന്റെ സ്വാഭാവികമായിട്ടുള്ള ജീനോം ആണ്. ഏതായാലും ഈ ഹോർമൂസ് കടലിടുക്കിലൊക്കെ തന്നെ ഞങ്ങളാണ് ഏറ്റവും വലിയ ആഗോള ശക്തികൾ എന്നൊക്കെ പറഞ്ഞിരുന്ന പല രാജ്യങ്ങളുടെ കപ്പലുകൾ അവിടെ ഭയത്തോടു കൂടിയിട്ടാണ് അവിടെ നങ്കൂരം ഇട്ടിരിക്കുന്നത്. കത്തി, അതെ അതെ. അതിനിടയിലാണ് തല ഉയർത്തിക്കൊണ്ട് തന്നെ നമ്മുടെ ഇന്ത്യൻ പതാക പതിച്ചിട്ടുള്ള നമ്മുടെ കപ്പലുകൾ ഇന്ത്യയിലേക്ക് വരുന്നത് എന്നുള്ളത്. അത് തീർച്ചയായിട്ടും ഇനി ഇവിടെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അത് നമ്മുടെ ഇപ്പോഴത്തെ കേന്ദ്രം ഭരിക്കുന്ന സർക്കാരിൻ്റെ ഒരു നയതന്ത്ര വിജയം തന്നെയാണ്, അല്ലെങ്കിൽ ആ ഒരു പവർ തന്നെയാണ് എന്നുള്ളത് അതിലൊരു സംശയവുമില്ല. അത് യാഥാർത്ഥ്യമാണ്. ഏതായാലും ഇനിയിപ്പോൾ മധ്യസ്ഥതയ്ക്കായിട്ട് ആരൊക്കെ പല രാജ്യങ്ങളും പറയുന്നുണ്ട് ഇന്ത്യ അടക്കം മുന്നോട്ട് വരണം എന്നുള്ളത്. അത് ഈ ഒരു സാഹചര്യത്തിൽ എത്രത്തോളം വേഗത്തിൽ സാറ് പറഞ്ഞതുപോലെ സംഭവിക്കുമെന്നുള്ളത് നമുക്കറിയില്ല. തീർച്ചയായിട്ടും ഇപ്പോൾ ട്രംപ് ഈ ഹോർമൂസ് കടലിടുക്കിൽ കിടന്നിട്ട് സഹായത്തിനായിട്ട് ഇപ്പോൾ മറ്റുള്ള രാജ്യങ്ങളോട് കൈകാലിട്ട് അടിക്കുന്ന ഒരു അവസ്ഥയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ഇത് തീർക്കും കേട്ടോ, തീർച്ചയായിട്ടും. മോദിയെ ട്രംപിനെ പോലെ വാചകമണിയിൽ വിശ്വസിക്കുന്ന ആളല്ല, കർമ്മയോഗിയാണ്. അദ്ദേഹം കരുനീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. യുദ്ധം തുടങ്ങിയത് അമേരിക്കയാണ്, പക്ഷെ തീർക്കുന്നത് ഇന്ത്യ. പറഞ്ഞതുപോലെ നമുക്കൊരു ട്വിസ്റ്റ് ഈ ഒരു യുദ്ധത്തിൽ സംഭവിക്കുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. നമസ്കാരം.